ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ എറണാകുളം കലൂരിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ കേസെടുത്തു പോലീസ്. സംഘാടകരായ മൃദംഗവിഷ്യൻ MD, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവരുൾപ്പെടെ 4 പേരെ പ്രതി ചേർത്താണ് കേസെടുത്തത്. സംഘാടകർക്കെതിരെ പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്ത് വരികയാണ്. നൃത്തപരിപാടിയിൽ പങ്കെടുത്തവരെ സാമ്പത്തികമായി വഞ്ചിച്ചെന്ന പരാതിയിലാണ് സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പുതിയ കേസ്. പരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ MD നികോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നികോഷ് കുമാറിന്റെ ഭാര്യ എന്നിവരെ പ്രതി ചേർത്താണ് കേസ്. പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ നിന്ന് വ്യാപക പണപ്പിരിവ് നടത്തിയതിന്റെ തെളിവുകൾ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് തെളിവുകൾ ശേഖരിക്കാനും തുടങ്ങി. സംഘാടകർ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്ന് പരിപാടിയിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശിനി ശ്രീജ 24നോട് പറഞ്ഞു. ഗവൺമെന്റ് ഈ മൃദംഗനാഥ സംഘാടകർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് ഈ 12,000-ൽ പരം സ്ത്രീകളെ ശരിക്കും ഈ സംഘാടകര് ചൂഷണം ചെയ്യുകയായിരുന്നു സാമ്പത്തികമായിട്ട്. നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതികളെ വീണ്ടും അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട്. നൃത്തപരിപാടിയിൽ പങ്കെടുത്തവർക്ക് പ്രാഥമിക സൗകര്യം പോലും നൽകാതിരുന്ന സാഹചര്യത്തിൽ ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. തട്ടിപ്പ് ഡാൻസ് പരിപാടിയുടെ സംഘാടകർക്കെതിരെ പുതിയ പരാതികൾ ഉയർന്നു വരുമ്പോഴാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പുതിയ കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്തത്. കൂടുതൽ കുട്ടികൾ പരാതികളുമായി രംഗത്തെത്തിയാൽ സംഘാടകരെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നാണ് പാലാരിവട്ടം പോലീസും പറയുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.